ഇന്ത്യയുടെ DRDO രാജ്യത്തിലെ വ്യോമ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിൽ ഗണ്യമായ ഒരു മുന്നേറ്റമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അതായത് ഇന്ത്യ തദ്ദേശീയമായി ദീർഘദൂര ഉപരിതല വായു മിസൈൽ സംവിധാനം വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ്. പ്രൊജക്ട് കുഷയ്ക്ക് കീഴിലുള്ള 3 ഇന്റർസെപ്റ്റർ വകഭേദങ്ങൾ ഒന്നായ M3 മിസൈൽ. ഈ മിസൈൽ ഇപ്പോൾ റഷ്യയുടെ S-400 40NS-6E മിസൈലിന്റെ കഴിവുകളെ മറികടക്കാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന വാർത്തകളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് 350 മുതൽ 400 കിലോമീറ്റർ വരെ ദൂരപരിധി, പരമാവധി 200 കിലോമീറ്ററിൽ കൂടുതൽ ഉയരം, മികച്ച ശ്രേണി എന്നിവയുള്ള M3 മിസൈലിനെ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ ഭൂപ്രകൃതിയെ പുനർനിർവചിക്കാനും മിസൈൽ സാങ്കേതിക വിദ്യയിൽ ആഗോള നേതാവായി സ്ഥാനപ്പെടുത്താനും കഴിയും. ഈ പ്രൊജക്ട് കുഷ എന്ന് പറയുന്നത് എക്സ്റ്റൻഡഡ് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം എന്നും അറിയപ്പെടുന്നുണ്ട്. ഇത് സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ്, ക്രൂയിസ് മിസൈലുകൾ, ഡ്രോണുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവ ഉൾപ്പെടെ വിവിധ വ്യോമ ഭീഷണികളെ നിർവീര്യമാക്കാൻ കഴിവുള്ള ഒരു മൾട്ടി ലെയേർഡ് മൊബൈൽ മിസൈൽ പ്രതിരോധ സംവിധാനം സൃഷ്ടിക്കുക എന്നതാണ് ഈ പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത്. ഇന്ത്യയുടെ നിലവിലുള്ള മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ സംവിധാനങ്ങളും ഇന്ത്യ പ്രവർത്തിപ്പിക്കുന്ന റഷ്യൻ S-400 ട്രയംബും തമ്മിലുള്ള വിടവ് നികത്തുന്നതിന് വേണ്ടി ഏകദേശം 3 ഇന്റർസെപ്റ്റർ വകഭേദങ്ങളാണ് ഈ സംവിധാനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ് M1, M2, M3 എന്നിവ. ഈ M1 എന്ന് പറയുന്നത് 150 കിലോമീറ്ററും M2 എന്ന് പറയുന്നത് 250 കിലോമീറ്ററും M3 എന്ന് പറയുന്നത് 350 മുതൽ 400 കിലോമീറ്ററും വരെയാണ് ദൂരപരിധി. ഇതിൽ ഈ M3 മിസൈൽ, അതായത് ഏറ്റവും ദൈർഘ്യമേറിയ മിസൈൽ ശ്രേണിയായ M3 മിസൈൽ S-400 40NX-6E മിസൈലിന്റെ ശേഷികളുമായി പൊരുത്തപ്പെടുന്നതിനും ഇതിനെ മറികടക്കുന്നതിനുമായിട്ടാണ് ഇപ്പോൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന് പരമാവധി 400 കിലോമീറ്റർ ദൂരമുണ്ട്. കൂടാതെ 180 കിലോമീറ്റർ വരെ ഉയരത്തിൽ ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളെ ബാഹ്യ അന്തരീക്ഷത്തിൽ വെച്ച് തടസ്സപ്പെടുത്താനും കഴിയും. TBMകളെ തടസ്സപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് M3 രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇത് 40NX-6നെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട ശ്രേണിയും ഉയർന്ന ശരാശരി വേഗതയും വാഗ്ദാനം ചെയ്യുന്നു. ഇത് ഇന്ത്യയുടെ പ്രതിരോധ ആയുധപ്പുരയിലെ ഒരു മികച്ച ആസ്തിയാണ്. അതായത് റഷ്യ S-400 ഉപയോഗിച്ചിരിക്കുന്ന 40NX-6യെക്കാട്ടിലും ഒരു പടി മുന്നിൽ നിൽക്കുന്ന ഒരു മിസൈലാണ് ഇന്ത്യ ഇപ്പോൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. റഷ്യയുടെ S-400 മിസൈൽ എന്ന് പറയുന്നത് ദീർഘദൂര ഇന്റർസെപ്ഷൻ കഴിവുകൾക്ക് വളരെയധികം പേരുകേട്ടതാണ്. പരമാവധി 400 കിലോമീറ്റർ ദൂരവും 180 കിലോമീറ്റർ വരെ ഉയരത്തിലുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാനും ഇതിന് കഴിവുണ്ട്. ബാഹ്യ അന്തരീക്ഷ സാഹചര്യങ്ങൾ, IRBMകൾ ഉൾപ്പെടെ എയർബോൺ വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റംസ്, ബാലിസ്റ്റിക് മിസൈലുകൾ തുടങ്ങിയ ഉയർന്ന മൂല്യമുള്ള വസ്തുക്കളെ വരെ ലക്ഷ്യമിടാൻ ഇതിന് സാധിക്കും. ഇതേ രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇത് ആധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ ഒരു മൂലക്കല്ലായിട്ടാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ പ്രൊജക്ട് കുഷയ്ക്ക് കീഴിലുള്ള M3 മിസൈലിന്റെ പരിധി എന്ന് പറയുന്നത് ഇതിൽ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുങ്ങുകയാണ് DRDO. അതായത് ഈ M3 മിസൈൽ 40NX-6Eയുടെ പരിധി മറികടന്ന് ഏകദേശം 200 കിലോമീറ്റർ പരമാവധി ഉയരത്തിലെത്തും. ഇങ്ങനെ ഈ ഉയർന്ന പ്രവർത്തന ഉയരം മുകളിലെ അന്തരീക്ഷത്തിലെ ലക്ഷ്യങ്ങളെ ആക്രമിക്കാനുള്ള ഇതിന്റെ കഴിവ് വർദ്ധിപ്പിക്കും. ഇത് TBMകൾക്കും IRBMകൾക്കും വിശാലമായ ഇന്റർസെപ്ഷൻ ആവരണം നൽകും. അതേപോലെ ഇതിന്റെ ഒരു പ്രതികരണ ശേഷി എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. അതേപോലെ ഇതിന്റെ വേഗത എന്ന് പറയുന്നത് 40NX-6നെ അപേക്ഷിച്ച് ഉയർന്ന വേഗതയുള്ള ഭീഷണികളെ വേഗത്തിൽ തടയാൻ ഇതിന് സാധിക്കും. റഷ്യയുടെ മിസൈൽ അന്തരീക്ഷത്തിന് പുറത്തുള്ള എൻഗേജ്മെന്റുകൾക്കായിട്ടാണ് ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇന്ത്യ ഇപ്പോൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ മിസൈൽ എന്ന് പറയുന്നത് TBM ഇന്റർസെപ്ഷനിലുള്ള M3 അന്തരീക്ഷത്തിനകത്തും അന്തരീക്ഷത്തിന് പുറത്തുമുള്ള പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലാണ് രൂപകൽപ്പന ചെയ്യുന്നത്. ചടുലതയിലും കൃത്യതയിലും ഇത് ഊന്നൽ നൽകുന്നു. അതായത് ഈ പ്രൊജക്ട് കുഷയുടെ കീഴിൽ M1, M2, M3 എന്നീ വേരിയന്റുകൾ ഉണ്ടായിരിക്കും. എന്നാൽ വിപുലീകൃത ശ്രേണിക്കായി ഒരു വലിയ ബൂസ്റ്ററായി ജോഡിയാക്കുന്നത് M3യുടെ കിൽ വെഹിക്കിൾ ആയിരിക്കും. ഇത് ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻ അറേ സീക്കറുകൾ, ഇൻഫ്രാറെഡ്, റേഡിയോ ഫ്രീക്വൻസി ഗൈഡൻസ് എന്നിവ ഉൾപ്പെടെ വിപുലമായ ഗൈഡൻസ് സിസ്റ്റങ്ങളാലാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഇത് മാനുവറിംഗ് ടാർഗറ്റുകൾക്കെതിരെ പോലും ഉയർന്ന കൃത്യത ഉറപ്പാക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ 350-400 കിലോമീറ്റർ പരിധിയുള്ള S-400 ഏറ്റവും ദൈർഘ്യമേറിയ ഇന്റർസെപ്റ്ററിനോടാണ് ഇന്ത്യയുടെ M3 മിസൈൽ മത്സരിക്കുന്നത്. അതേസമയം 200 കിലോമീറ്റർ ഉയർന്ന പരമാവധി ഉയരവും ഇത് നൽകുന്നുണ്ട്. ഹൈപ്പർസോണിക് മിസൈലുകളും നൂതന ബാലിസ്റ്റിക് മിസൈലുകളും ഉൾപ്പെടെ വിശാലമായ ഭീഷണികളെ നേരിടാൻ ഈ ഉയരം ഇതിന് സാധിക്കും. അതേപോലെ തന്നെ 600 കിലോമീറ്റർ വരെ ദൂരെയുള്ള ലക്ഷ്യങ്ങളെ ട്രാക്ക് ചെയ്യാൻ കഴിവുള്ള വിപുലമായ ദീർഘദൂര നിരീക്ഷണ അഗ്നി നിയന്ത്രണ റഡാറുകളുമായി M3നെ സംയോജിപ്പിക്കും. ഈ റഡാറുകൾ ഇന്ത്യൻ വ്യോമസേനയുടെ ഇന്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റവുമായി സംയോജിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് S-400, ബാരാക് 8, തദ്ദേശീയ ആകാശ സിസ്റ്റങ്ങൾ തുടങ്ങിയ മറ്റ് പ്രതിരോധ ആസ്തികളും ഇത് തടസ്സമില്ലാതെ ഏകോപിപ്പിക്കാൻ സാധിക്കും. ഇത് ശക്തമായ മൾട്ടി ലെയേർഡ് വ്യോമ പ്രതിരോധ ശൃംഖലയാണ് ഇന്ത്യക്ക് നൽകുന്നത്. 80% സാൾവോ മോഡിലെത്തുമ്പോൾ 90% സിംഗിൾ ഷോട്ട് കിൽ സാധ്യതയാണ് M3 മിസൈലിനുള്ളത്. ഇനി ഇന്ത്യ
S-400 പോലുള്ള വിദേശ സംവിധാനങ്ങളെ ആശ്രയിക്കുന്നത് വരെ കുറയ്ക്കാൻ പോവുകയാണ്. വ്യോമ പ്രതിരോധത്തിൽ സ്വയം പര്യാപ്തമായ ഒരു ശക്തിയായി ഇന്ത്യ സ്വയം നിലകൊള്ളാൻ പോകുന്നു. TBM-കളെയും ഹൈപ്പർസോണിക് ഭീഷണികളെയും നേരിടാനുള്ള M3യുടെ കഴിവ്, പ്രത്യേകിച്ച് നൂതന മിസൈൽ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്ന ചൈന, പാകിസ്ഥാൻ തുടങ്ങിയ എതിരാളികളിൽ നിന്ന് വളർന്നു വരുന്ന പ്രാദേശിക വെല്ലുവിളികളെ നേരിടാൻ ഇന്ത്യ തയ്യാറായി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യയുടെ ഒരു അഭിലാഷ പദ്ധതിയായ സുദർശൻ ചക്രയെ പറ്റി പറഞ്ഞത്. ഇന്ത്യയുടെ അടുത്ത തലമുറ മിസൈൽ പ്രതിരോധ കവചമായിട്ടാണ് ഈ സുദർശൻ ചക്ര വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇന്ത്യയുടെ ഈ അഭിലാഷ പദ്ധതിയായ സുദർശൻ ചക്രയ്ക്ക് വേണ്ടി ബൂസ്റ്റ് ഫേസ് ഇന്റർസെപ്ഷൻ നടത്താൻ രൂപകൽപ്പന ചെയ്ത ബഹിരാകാശ അധിഷ്ഠിത ഇന്റർസെപ്റ്ററുകൾ DRDO ഇപ്പോൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന വാർത്തകളൊക്കെയാണ് പുറത്തു വരുന്നത്. ശത്രുക്കളുടെ ബാലിസ്റ്റിക് മിസൈലുകളെ അവിടെ ഏറ്റവും ദുർബലമായ ഘട്ടത്തിൽ, അതായത് ബൂസ്റ്റ് ഘട്ടത്തിൽ നിർവീര്യമാക്കാനാണ് ഈ പദ്ധതി ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. മൾട്ടി ഡൊമൈൻ ഇന്റലിജൻസ്, നിരീക്ഷണം എന്നിവയ്ക്കുള്ള ഉപഗ്രഹങ്ങളുടെ ഒരു ശൃംഖലയുമായി സംയോജിപ്പിച്ച് തത്സമയം വിക്ഷേപണങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടി സുദർശൻ ചക്ര ബഹിരാകാശത്തെ അടിസ്ഥാനമാക്കിയുള്ള മുന്നറിയിപ്പ് ട്രാക്കിംഗ് സെൻസറുകൾ ഉപയോഗിക്കുമെന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വാർഹെഡുകൾ വേർപെടുത്തുന്നതിന് മുൻപേ MIRV ഭീഷണികളെ നശിപ്പിക്കാനുള്ള കഴിവ് ഉൾപ്പെടെയുള്ള വിപുലീകൃത ദൂര കഴിവുകൾക്കായുള്ള ഇന്ത്യയുടെ പ്രേരണയുമായി ഇത് യോജിക്കുന്നു എന്ന് വേണം പറയാൻ. 150 കിലോമീറ്റർ, 250 കിലോമീറ്റർ, 350 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഇന്റർസെപ്റ്ററുകളുള്ള ഒരു തദ്ദേശീയ ദീർഘദൂര ഉപരിതല ടു എയർ മിസൈൽ, അതായത് നമ്മുടെ LRSAM സംവിധാനമായ DRDOയുടെ പ്രൊജക്ട് കുശലിലെ പ്രോഗ്രാമിലാണ് ഇതിപ്പോൾ നിർമ്മിക്കുന്നത്. 2028-29 ഇത് പൂർത്തിയാകാൻ പോകുന്നു. നിലവിലെ പ്രതിരോധത്തിലെ വിടവുകൾ പരിഹരിക്കുന്നതിനാൽ ബഹിരാകാശ അധിഷ്ഠിത ഘടകം പ്രത്യേകിച്ചും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രധാനമാണ്. 2024 ജൂലൈയിൽ വിജയകരമായി ഇന്ത്യ പരീക്ഷിച്ച ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധം BMD ഘട്ടം 2 5000 കിലോമീറ്റർ പരിധിയിലുള്ള ആണവശേഷിയിലുള്ള മിസൈലുകൾക്കെതിരെ എൻഡോ അറ്റ്മോസ്ഫറിക് ഇന്റർസെപ്റ്ററുകളാണ് പ്രദർശിപ്പിച്ചത്. ഓർബിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി ബൂസ്റ്റ് ഫേസിലേക്ക് ഇത് വ്യാപിപ്പിക്കുന്നത് ചൈന, പാകിസ്ഥാൻ തുടങ്ങിയ എതിരാളികളിൽ നിന്നുള്ള ഹൈപ്പർസോണിക് ദീർഘദൂര ഭീഷണികൾക്കെതിരെ ഇന്ത്യക്ക് നല്ലൊരു പ്രതിരോധമാണ് നൽകുന്നത്. ശത്രു ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ച ഉടൻ തന്നെ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും നശിപ്പിക്കാനുമുള്ള കഴിവ് ഉപഗ്രഹങ്ങളിലോ ഓർബിറ്റൽ പ്ലാറ്റ്ഫോമുകളിലോ നൂതന കിൽ വെഹിക്കിളുകൾ വിന്യസിക്കുന്നത് ബഹിരാകാശ അധിഷ്ഠിത ഇന്റർസെപ്റ്റർ ആശയത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ഇത്തരമൊരു സംവിധാനം ഇന്ത്യയുടെ നിലവിലുള്ള 2 ടയർ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് പ്രോഗ്രാമിനെ പൂരകമാക്കും. ഇത് നിലവിൽ എൻഡോ അറ്റ്മോസ്ഫറിക്, എക്സോ അറ്റ്മോസ്ഫറിക് ഇന്റർസെപ്റ്ററുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യും. ഇപ്പോൾ ഇതേ രീതിയിൽ ഈ സുദർശൻ ചക്രയുമായി ബന്ധപ്പെട്ട ബൂസ്റ്റ് ഫേസ് ഇന്റർസെപ്ഷൻ ശേഷി വികസിപ്പിക്കുന്നതിന് നിരവധി മേഖലകളിൽ അത്യാധുനിക പുരോഗതി ആവശ്യമാണ്. അതായത് കൃത്യമായ ട്രാക്കിംഗ്, മാർഗനിർദ്ദേശ സംവിധാനമുള്ള അതിവേഗ കിൽ വാഹനങ്ങൾ വേണം. അതേപോലെ തന്നെ നേരത്തെ കണ്ടെത്തുന്നതിനും ട്രാക്കിങ്ങിനുമായി ബഹിരാകാശ അധിഷ്ഠിത സെൻസർ നെറ്റ്വർക്കുകൾ വേണം. അതുപോലെ തന്നെ തലങ്ങളിലുള്ള സംരക്ഷണത്തിനായി കര, കടൽ അധിഷ്ഠിത മിസൈൽ പ്രതിരോധ ആസ്തികളുമായി സംയോജനവും വേണം. ഇപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ ഇന്ത്യ ഈ ബൂസ്റ്റ് ഫേസ് ഇന്റർസെപ്ഷനിൽ ഇത്രയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്ന് നോക്കിയാൽ, മിഡ് കോഴ്സും അല്ലെങ്കിൽ ടെർമിനൽ ഇന്റർസെപ്ഷനെ അപേക്ഷിച്ച് ഈ ബൂസ്റ്റ് ഫേസ് ഇന്റർസെപ്ഷൻ എന്ന് പറയുന്നത് ഇതിന് വ്യക്തമായ ധാരാളം ഗുണങ്ങളുണ്ട്. കാരണം ഇത് വാർഹെഡുകളോ ഡെക്കോയുകളോ പുറത്തുവിടുന്നതിന് മുമ്പേ മിസൈലുകളെ നിർവീര്യമാക്കാൻ സാധിക്കും. നൂതന ബാലിസ്റ്റിക് മിസൈലുകൾ അല്ലെങ്കിൽ ഒന്നിലധികം സ്വതന്ത്രമായി ടാർഗറ്റ് ചെയ്യാവുന്ന റീ എൻട്രി വാഹനങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്ന എതിരാളികളിൽ നിന്നുള്ള ഭീഷണികളെ നേരിടുന്നതിൽ ഈ കഴിവ് വളരെയധികം നിർണായകമാണ്. ഇതിപ്പോൾ ഇന്ത്യ വിജയകരമായി വികസിപ്പിച്ചെടുക്കുകയാണെങ്കിൽ സുദർശൻ ചക്ര സംവിധാനം ഇന്ത്യയെ ബഹിരാകാശ അധിഷ്ഠിത മിസൈൽ പ്രതിരോധം പര്യവേഷണം ചെയ്യുന്ന അമേരിക്ക, റഷ്യ, ചൈന എന്നിവയുൾപ്പെടെ തിരഞ്ഞെടുത്ത രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തും. ഇതുപോലെയുള്ള പ്രതിരോധ വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിലോ ലൈക്ക് തരിക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.